ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് നഷ്ടപ്പെട്ട 26 ജീവനുകൾക്ക് പകരമായിട്ട് എപ്പോഴാണ് ഇന്ത്യൻ ആർമി തിരിച്ചടി കൊടുക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി കൃത്യമായിട്ട് ആദ്യമേ പറഞ്ഞ കാര്യം നമ്മുടെ രാജ്യം തിരിച്ചടി കൊടുത്തിരിക്കും. ആ തിരിച്ചടിയെ പേടിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഓരോ രാജ്യങ്ങളോടും പോയി ഈ പറയുന്ന പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് തുടർന്ന് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനയും ഓരോ ദിവസവും ചില നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. വലിയൊരു യുദ്ധത്തിലേക്ക് പോകാൻ ഇടയാക്കരുത്, ഇത് മറ്റു രാജ്യങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഈ പറയുന്ന നമ്മുടെ കയറ്റുമതി, ഇറക്കുമതി, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യോമ അതിർത്തി, കര അതിർത്തി, ഇപ്പൊ കടൽ അതിർത്തിയിൽ പോലും നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു. പലതരത്തിലുള്ള കരാറുകൾ അത് ഈ പറയുന്ന നിശ്ചലാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഡാം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ട് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായതും അല്ലെങ്കിൽ ഈ പറയുന്ന സിന്ധു നദീ ജല കരാറ് അത് റദ്ദാക്കുക അല്ലെങ്കിൽ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകാൻ പോകുന്ന വരൾച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി ആയിരിക്കും ഇതിനുള്ള മറുപടി കൊടുക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാൻ ഓരോ സ്ഥലങ്ങളിലും പോയി അഭയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റ് രാജ്യങ്ങൾ പിന്തുണയായിട്ട് ഇന്ത്യക്ക് വരുന്നുണ്ട്, അവർക്ക് വരുന്നുണ്ട്. അതിൽ ചൈനയുടെ ഒരു ചെറിയ രീതിയിലുള്ള പിന്തുണ നല്ല അവർക്ക് പോകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അമേരിക്ക പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും നല്ല ബന്ധമാണുള്ളത്, അതുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ കടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ UAE കൃത്യമായിട്ട് ഇന്ത്യക്ക് 100% പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് വന്നൊരു വാർത്തയുണ്ട്. അതായത് നമ്മുടെ ബംഗ്ലാദേശ്, നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ബംഗ്ലാദേശ് എത്തരത്തിൽ രൂപീകരിക്കപ്പെട്ടിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ കൃത്യമായിട്ട് ഉണ്ടായിരുന്ന നമുക്കറിയാവുന്ന കാര്യമാണ്, കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ലീഗ്, ഈ പറയുന്ന ഭരണഘടന, ഇതെല്ലാം കണക്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണെന്നും ഭരണഘടന കൃത്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന INC എത്രമാത്രം അതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിന് പങ്കാളിത്തം ഉണ്ടായിരുന്നു, നമ്മുടെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് എത്രമാത്രം പങ്കാളിത്തം ഉണ്ടായിരുന്നു ഒക്കെ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കിഴക്കൻ മേഖലയിൽ താമസിച്ചിരുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മറ്റൊരു രാജ്യം എന്ന തരത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് പടിഞ്ഞാറ് പാകിസ്ഥാനും കിഴക്ക് ബംഗ്ലാദേശുമായി വിഭജിച്ച് നൽകുന്ന അല്ലെങ്കിൽ മാറ്റിക്കൊടുക്കുന്ന രീതിയിലേക്ക് പിന്നീട് വന്ന കാര്യമാണ്. അതിൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന വാർത്ത അവിടെ തന്നെ ഉള്ള മന്ത്രിമാർ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ചൈനയ്ക്ക് തെല്ലില്ലാത്ത ഒരു സ്വാധീന ശക്തി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും പരസ്യമായിട്ടുള്ള രഹസ്യമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ഒരു വ്യക്തി, പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം അവിടുത്തെ ഇടക്കാല സർക്കാരിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഫസർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം, അതായത് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം ബംഗ്ലാദേശ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ 7 സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണം, ഇങ്ങനൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ചെയ്യേണ്ട കാര്യം ഇതിനുവേണ്ടി ചൈനയുടെ സഹായം സ്വീകരിക്കാമെങ്കിൽ അത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. നമുക്കറിയാവുന്ന കാര്യമാണ്, ബംഗ്ലാദേശുമായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട പലായനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അവർക്ക് അഭയം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഒരു വിള്ളൽ അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞത്. അതിനുശേഷം ഏകദേശം ആ ബന്ധം വീണ്ടും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം എന്ന് പറയുന്ന അവിടുത്തെ ഈ പറയുന്ന ബംഗ്ലാദേശ് റൈഫിൾസ് എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ അതിൻ്റെ മുതിർന്ന നേതാവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ അതെന്ന് പറയുന്ന ഈ പറയുന്ന ബംഗ്ലാദേശ് റൈഫിൾസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2009 ബംഗ്ലാദേശിൽ പൽഘാന എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഒരു കൂട്ടക്കൊല, അതുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളെക്കുറിച്ചും കൂട്ടക്കൊലയെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അവിടുത്തെ സർക്കാർ നിയമിച്ചിട്ടുള്ള ഈ പറയുന്ന ഒരു കമ്മീഷന്റെ ഉയർന്ന തലവനാണ്. അത്തരത്തിലാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം അവിടുന്ന് വിരമിച്ച മേജർ ജനറൽ കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് മറ്റൊരു കാര്യം, അവിടുത്തെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടില്ല. അത്
വ്യക്തിപരമായിട്ടുള്ള പ്രകടനം എന്ന രീതിയിൽ മാത്രമാണ് ഇതുവരെയും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു പരാമർശം പറയാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ സത്യത്തിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന ബംഗ്ലാദേശ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന മൂടപ്പെട്ട് കിടക്കുന്ന ഈ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു വ്യക്തി പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനെ വെറുതെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ഈ പറയുന്ന സൈനിക മേധാവികളും അല്ലെങ്കിൽ ബാക്കി ഇന്ത്യൻ ആർമിയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കൃത്യമായിട്ട് വീക്ഷിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പറയുന്ന ഉചിതമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുവരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ലെങ്കിലും ഇങ്ങനൊരു വ്യക്തി തൊട്ടടുത്ത രാജ്യത്ത് നിന്നുകൊണ്ട് ചൈനയുടെ സഹായം നേടിക്കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ പറയപ്പെടുന്ന സമയത്ത് അത് പാകിസ്ഥാന് സപ്പോർട്ട് എന്ന നിലയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൽ ഈ പറഞ്ഞ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നൊരു കാര്യത്തിലേക്ക് ഒരു വ്യക്തി ഉണ്ടെന്ന തരത്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരെയൊക്കെ നേരിടേണ്ട ഒരു കാര്യമുണ്ട്. അതിലപ്പുറത്തേക്ക് നമ്മുടെ ഈ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല, അതായത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ പറയുന്ന ഭീകരവാദത്തിനുള്ള തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ഓരോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഒരിക്കലും മീഡിയ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്യരുത്, കവറേജ് ചെയ്യരുത്, അത് എയർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേന്ദ്ര സർക്കാരും ബാക്കി ആൾക്കാരെല്ലാവരും ചേർന്ന്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബോംബെ ഭീകരാക്രമണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട സന്ദീപ് എന്ന് പറയുന്ന സഹോദരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് കാരണമായതും ഇത്തരത്തിലുള്ള ചില കണക്ഷൻസ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ അത് ഇവർക്ക് പെട്ടെന്ന് ഈ പറയുന്ന ഹാക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് അതൊക്കെ പെട്ടെന്ന് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന അങ്ങോട്ട് പോകുന്ന അറ്റാക്കുകളെ കൃത്യമായിട്ട് അവർക്ക് നേരിടാനും ബാക്കി കാര്യങ്ങളിലേക്കും അത് എളുപ്പമാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു വാർത്ത കണ്ടിട്ടുണ്ട്. അതായത് പഹൽഗാമിൽ ഈ ഒരു ഭീകരാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അവിടെയുള്ള ജനത വേനൽക്കാലമാകുന്ന സമയത്ത് ബങ്കറുകൾ അങ്ങനെ കുറച്ച് ഈ ഉള്ളിലേക്ക് കയറി മണ്ണ് വെച്ച് നിർമ്മിച്ച വീട് പോലുള്ള സ്ഥലത്ത് താമസിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അപ്പം അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കശ്മീർ പോലീസ് ആയാലും ഇന്ത്യൻ ആർമി ആയാലും അതിനെ അന്വേഷിച്ചുകൊണ്ട് അത്തരത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് മലയാളികളായിട്ടുള്ള റിപ്പോർട്ടേഴ്സ് ഈ ഡൽഹിയിൽ നിന്നിട്ടുള്ള റിപ്പോർട്ടേഴ്സൊക്കെ പോയി അത് കവർ ചെയ്ത് അവിടെ നിന്ന് കാണിക്കുന്ന വാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് തോന്നിപ്പോയത് ഇവർ എന്തുമാത്രം ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു കവറേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വ്യക്തി എനിക്കറിയത്തില്ല, പക്ഷേ അവിടെ പഹൽഗാമിൽ തന്നെ നിന്നിട്ടുള്ള കുറച്ച് വാർത്തകൾ ഈ പറയുന്ന ബങ്കറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് ആ ഫോട്ടോസ് അടക്കം കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്ന തരത്തിലേക്ക്, അതായത് സംശയം ഉന്നയിച്ച് ചെന്ന് നോക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അവരുടെ മുന്നിലേക്ക്, കാരണം എന്ത് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും വിരൽ തുമ്പിൽ എത്താൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ പോലുള്ള കാര്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഈ പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു വിവരം അവരുടെ മുന്നിലേക്ക് യഥേഷ്ടം എത്തിച്ച് സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഓരോ പ്ലാൻസുമാണ് അവരുടെ മുന്നിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യങ്ങളാണ്, നിലപാടുകളാണ് മീഡിയാസ് ചെയ്ത് കൂട്ടുന്നതെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ നിലനിൽപ്പിനെ സത്യത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള ആദ്യത്തെ കാൽവയ്പ് ചെയ്യുന്നത് ഈ മീഡിയാസ് ആണോ എന്ന സംശയം തോന്നിപ്പോകുന്നത്.